നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസ്, നല്ല ഡയറക്ടേഴ്സ് ഒക്കെയാണ്. ശ്രീരാജ് ഉൾപ്പെടെ, അപ്പൊ അവരൊക്കെ തന്നെയാണ് എല്ലാവരും കൂടെ ഉള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇതിലൊരു 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീൻ ഉണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഒറിജിനൽ അഡ്യൂപ്പാണോ ഒറിജിനലാണോ ചെയ്തത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാടുപെട്ടു കുറച്ചധികം. ഞാൻ ഇപ്പോ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചെയ്യരുത്, പക്ഷെ എനിക്ക് സിനിമയാണ് വലുത്, അതുകൊണ്ട് ഞാൻ ചെയ്തു. ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധൈര്യം. പക്ഷെ ആ പറപ്പിച്ചങ്ങോട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ. നല്ല അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട്. നല്ലൊരു വൈബ് പടം, അതാണ് തോന്നിയത്. ഓരോരുത്തരുടെയും പെർഫോമൻസ്, പിന്നെ ഷോർട്സ്, അയ്യോ രക്ഷയില്ല. ഷൈജു കാർത്തിക്കൊന്നും വന്നിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതില് ശിവജിത്ത് ചേട്ടന്റെ മൂത്രപ്പര ഫൈറ്റ് സീനില്ലേ, അതൊരു ഭയങ്കര സീനായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു, ആ ഒരു എക്സ്പീരിയൻസ്. ശ്രീരാജ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ മാസ്റ്ററുമായിട്ട് ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കുറേ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നും അത്, രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത്. ഇപ്പം ഞാൻ കളരി ചെയ്തിട്ടുണ്ട് ARM-ല്. അപ്പോൾ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും. ഇപ്പം മുന്നേ ചെയ്താണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റാണ് കൽക്കിയിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റാണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പം മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കുറച്ചും കൂടി എന്താ പറയുക, റിയലിസ്റ്റിക് ലോട്ട് പോകാനും താല്പര്യം. അപ്പൊ ആ ഒരു പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെയുള്ള നേരത്തെ പറഞ്ഞത്, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പടം കണ്ടിട്ട് പറഞ്ഞായിരുന്നു നല്ല കിൻഡൽ ഇടി എന്ന് പറഞ്ഞായിരുന്നു ശിവജിത്തേടന്റെ. അപ്പൊ റിയൽ ലൈഫിലും നല്ല ഇടിക്കാരനാണോ? അയ്യോ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. താങ്ക് യു. ശിവജിത്ത് ആക്ച്വലി കലാപ്രതിഭയാണ്. സ്കൂൾ കലോത്സവത്തിന് 8 ഇനങ്ങളിലെങ്ങാണ്ട് ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ള ആളാണ്. കഥകളി, മോഹിനിയാട്ടം, കാര്യമായിട്ട് 2 വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കലാപ്രതിഭയായിരുന്നു. ആ സമയത്ത് ചെറുപ്പത്തിൽ ആ സമയത്ത് എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് ആർട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിനുള്ളൊരു അവസരം പേരൻസ് ആയാലും എൻ്റെ ഗുരു കലാമണ്ഡലം വിമലാദേവി എൻ്റെ അമ്മായിയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും പഠിപ്പിച്ചുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്കൊന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാനായിരിക്കും കൂടുതലും. പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറെ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു. അപ്പം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. 2-3 വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി ഇതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ സമയത്ത്.
പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയില്ല. കാരണം അന്നും എൻ്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. 98 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മാതൃഭൂമി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് ആഗ്രഹം എന്ന് ചോദിക്കാം. എനിക്ക് അന്ന് 14 വയസ്സുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളത് കൊണ്ടാണ് എന്നെ ജയിക്കുന്നത്. അപ്പൊ ഇപ്പോഴും സിനിമ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ കളരി ഞാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത്. പക്ഷെ കുറെ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റി. ഒരു 1.5 വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി. പിന്നെ അത് ARM-ൽ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു സംഭവം. ഓരോ സംഭവങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ഡെപ്തോട് കൂടി പഠിക്കുക എന്നുള്ള വലിയ ഇഷ്ടമാണ്. വേറെ ഒന്നും ഒന്നും താല്പര്യമില്ല. ഇത് തന്നെ അതാണോ ഇതില് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം, അതോ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ? അല്ല, അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്രിക്കിനെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. വെറുതെ ഒരു പോലീസ് റോളല്ല. കാരണം നമ്മൾ കുറ്റാന്വേഷണം നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിന്റെ ഒരു ബേസിക്, എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിന്റെ ഒരു ക്രിക്കിനെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിന്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിപ്പോയി. അങ്ങനെയുള്ളൊരു സ്പേസിലായിരുന്നു നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പൊ അത് തന്നെയാണ് അത് ചെയ്യുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് ശ്രീരാജ് അവിടെ നിർത്തുന്നു, പോയില്ല, ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറെ പ്രാവശ്യം കൂടെ വീണ്ടും അഭിനയിക്കും. ശ്രീരാജ് കുറെ ഫീഡ്ബാക്ക് വരും, അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല ആൾ. അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു. ബുദ്ധിമുട്ടായിരുന്നു, പറഞ്ഞിരുന്നു, പാടായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല. പുള്ളിക്ക് വേറെ പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സും ഒക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിൽ എല്ലാവരുടെയും പെർഫോമൻസസിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലോ സൗബിൻ ബേസിൽ കോംബോ വരുന്നത്. മായാനദിയിൽ അല്ല ഈ വൈറസിലുണ്ട്. പക്ഷെ മുഴുനീള കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്ര നമ്മള് ശരിക്കും പറഞ്ഞാല് ഫിലിം വർക്ക് ചെയ്യുമ്പോൾ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു. ഞങ്ങള് ഈ പടത്തോടു കൂടിയാണ് ഞങ്ങള് ഭയങ്കര പരിചയമൊക്കെ ആയത്. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാലോ നമ്മളെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പോൾ അവർ പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പല ടേക്കുകൾ ഇങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോകുമായിരുന്നു. കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാൻ ഡബ്ബാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 7 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളതുകൊണ്ട് ചെയ്തു പോകുന്നത്, പക്ഷെ നിർത്തിയിട്ട് ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തത് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ളൊരു മൂവി കൂടിയാണ് പ്രാമൂർഷ. അപ്പോൾ ഭയങ്കര സൈറ്റിലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലേ? തീർച്ചയായിട്ടും എന്റെയും സൗബിക്കയുടെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള മാനേഴ്സും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി പറയണം. അവിടെ വന്നിട്ട് പറയാം. അതെ, അത് പറയുമ്പോ തന്നെ ഞൊണ്ടാണ്. ഇങ്ങനത്തെ ലുക്കാന്ന് പറയും. ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞൊണ്ടനാന്ന് പറയും. പക്ഷെ ഷൂട്ടിന്റെ തലേ ദിവസം ഇപ്പോഴാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണല്ലോ. അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം, കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട്
പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവ് ചെയ്യും തോറും ഓടുമ്പോൾ അതിന് കുറച്ചുകൂടി സ്റ്റൈൽ പറ. അത് ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതിൽ. കാരണം അതിന് മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെ ഒക്കെ വെറുതെ നടന്നു പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരന്മാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അവരുടെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്നു അവന് അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഞാൻ ഇതിൽ നമ്മുടെ ദാദടിയയിലെ ഒരു സോങ് കെട്ടിൽ ഞാൻ ബാസിന്റെ ബൈക്കിലോട്ട് ഞൊണ്ടനായിട്ട് ഓടി വന്ന് ചാടിക്കയറുന്നൊരു ഷോട്ട് ഉണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ശ്രീരാജിനെ ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ വിളിച്ചാൽ മതി, നമുക്ക് കടന്ന് ചോദിച്ചു ഓക്കെയാണ്. പക്ഷെ ഇത് നൃത്തം പിടിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഫൈറ്റ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക് ഒന്ന് ലോക്കായി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. ഒരു സീനാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബേസിലെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീൻ എടുത്തപ്പോൾ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിൽ ഞൊണ്ടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അയ്യോ വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ല എടാ ഞൊണ്ടിയില്ലേ അങ്ങനെയൊക്കെ ഒരു ഷോട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണിയായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. ബേസില് ഇവിടെ ഇപ്പം നോർമലി നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആട്ടം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഒത്തിരി അധികം ക്യാരക്ടേഴ്സ് വരിക. അതിനകത്ത് വന്നവനും നിന്നവനും പോയവനും എല്ലാം പെർഫോം ചെയ്യുന്ന ഇത് കണ്ടതായിട്ട്. അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലും ഒരു ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫോം ചെയ്ത് കണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ കിട്ടിക്കഴിഞ്ഞപ്പം ഇവരെല്ലാം ഇപ്പം എല്ലാവരും ഒരു പരിധിവരെ എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ ആ പുതുമുഖങ്ങളൊക്കെ ഇത്രയും പെർഫോം ചെയ്ത് കണ്ടതും അതുപോലെ തന്നെ അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കള്ള് ഷാപ്പ് സെറ്റിങ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മേർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവര് ഇപ്പോൾ അതിൽ സൂപ്പർ എന്ന് പറയുന്ന ചേട്ടനും അങ്ങനെയൊക്കെ ആയിട്ട് കള്ളുകുടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺസർട്ടനിറ്റി അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള സിനിമയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്ക് ഇത് ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിങ്ങിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ. അപ്പൊ ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പൊ ആ തൃശ്ശൂർ ആക്സെന്റ് ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഭയങ്കര. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുകയാണ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പൊ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറെ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ച് നാൾ മുമ്പ് അവർ വന്നിരുന്നു. കാട്ടെ കുറച്ച് രണ്ടുപേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അതിൽ ചെയ്യേണ്ടിണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം പഠിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാടിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. പക്ഷെ കുറച്ച് നാൾ മുമ്പ് ഒരു ഈ കോയിൻ പരിപാടികളുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാടിന്റെ കുറച്ചൊക്കെ നല്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പറഞ്ഞ പോലെ തന്നെ അതിൽ ഭയങ്കര പ്രയാസമായിരുന്നു. ബൈക്ക് ഓടിച്ച പോലെ തന്നെ കുറെ അധികം ചെയ്താൽ കണ്ടാൽ മനസ്സിലാവല്ലോ. ഇപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോ അങ്ങോട്ട് തെറ്റിപ്പോയില്ല, അത് പറഞ്ഞു തുടങ്ങും. ഞാൻ ചെയ്യാനൊക്കെ പറ്റും.
അതാണ് വെറുതെ എന്തിനാ വന്നിട്ട് കാണിച്ചില്ല നീ കാറായിട്ട് വന്നേക്കണല്ലേ ഒരു ബൈക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല കാണിച്ചു തരാം ഫുൾ കാറായിട്ട് എടുക്കണ ഞാൻ പറയട്ടെ, ഇതില് 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. ഇപ്പൊ അമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജാണ് ഡയറക്ടർ, പിന്നെ സോബിക്കും പേഷ്യന്റ് ഉണ്ട്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു മൂവിയില് ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷിച്ച മറ്റൊരു ഘടകം എന്തായിരിക്കും? ഇതില് സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലെ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിന്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ കാരണം ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ പല ഓരോ ക്യാരക്ടേഴ്സ്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ മൊത്തത്തിൽ. കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാൻഡ്രസും അത് കേട്ടത് ഇപ്പോൾ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയും ആണല്ലോ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. നേരത്തെ ചോദിച്ചാൽ അതിൽ ഇൻപുട്ടിന് അങ്ങനെ ഉണ്ടായില്ല, സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കാര്യങ്ങൾ മാത്രം. അതെല്ലാം ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നൈറ്റ് നമ്മൾ ഇന്ന് എടുത്താണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ചൊരു ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരില്ല, നൈറ്റ് തന്നെ അതിനൊരു രൂപം ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇത് നമ്മുടെ നിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡയറക്ഷൻ ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. അതിൽ കുറേ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ആരാ പറഞ്ഞ എന്നോട് എനിക്കറിയില്ല. കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മളത്തെ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിങ്ങിനും മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കാലൊക്കെ പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. എന്താ ഈ വർഷം കഴിഞ്ഞിട്ട് അതിനെ പറഞ്ഞു കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ആക്ഷനിലോട്ട് കയറി പറയാം. സമയമുണ്ട്, എന്തോരം കിടക്കണം. ദുൽഖർ മൂവി തന്നെ അടുത്ത്. ക്ലൈമാക്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും കാണിക്കുന്നു വിചാരിച്ചോ, ഒന്നും കണ്ടില്ല, അത് റിവീൽ ചെയ്തിട്ടുണ്ടായില്ല. അത് എന്തായിരുന്നു ആ ചെറുപ്പകാലം അത് ബ്ലഡൊക്കെ കാണിക്കുന്നത്? അതിപ്പോ പറയാൻ പറ്റില്ല, സ്പോയിലർ അല്ലേ. സെക്കൻഡ് പാർട്ടിലാണോ? ഇപ്പം ജയഹേല് ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പൊ തൃശ്ശൂർ സ്ലാങ് ആണ് ഈ പടത്തിൽ ചെയ്തേക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു, അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്ലാങ് പിടിക്കാൻ?
സ്ലാങ് ഈ ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ തൊട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേയൊക്കെ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറെ പണിയെടുത്തു. കുറേ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ആ അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. പറയുന്നത് നമുക്ക് വിചാരിക്കും ഭയങ്കര തൃശ്ശൂരാണെന്ന്, പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലയോ. അതുകൊണ്ട് തൃശ്ശൂർ വേണ്ടെന്ന് ഒരു മീഡിയത്തിലൊരു തൃശ്ശൂർ അതങ്ങ് ഇട്ടിട്ടുണ്ട്. പടത്തിന്റെ പേര് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ളൊരു പേര് എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത്? പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേരിലേക്ക് അതിനെപ്പറ്റി ഡയറക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും? അതൊക്കെ ഡയറക്ടറിന്റെ മണി. തൃശ്ശൂർ മാപ്രാണ സ്ഥലം ഉണ്ട്, അവിടെ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഒറിജിനല്. അത് ശ്രീരാജിന്റെ അമ്മ വീട് നെടുമ്പാളം എന്ന് പറഞ്ഞാൽ ഈ മാപ്രാണത്തിനടുത്തുള്ള നെടുമ്പാളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അവിടെ സംഭവിച്ച ഇതല്ല, ഈ മാപ്രാണം ഷാപ്പ് എന്ന് പറയുന്നത്, പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത് ഫേമസ് ആണ്. അവിടുത്തെ കറികളും സംഭവങ്ങളൊക്കെ നല്ല അപ്പൊ അവിടുത്തെ ഫേമസ് ആണത്. ഇപ്പോ അത് ഇല്ലെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ അത് ഓപ്പൺ ഉണ്ടായിരുന്നില്ല. അപ്പോ ഷാപ്പിൽ പോകുന്നവരോട് പറയാം അവരോടൊക്കെ. പ്രാവൻകൂട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്. അതൊരു ചെറിയ ഷാപ്പ്. അത് അല്ല, ഞാൻ റോട്ടിക്കൂടെ പോകുമ്പോൾ കാണുന്നത് അത് മാപ്രാണത്ത് നിന്ന് നെടുമ്പാൽ രാപ്പാൽ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ, പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇൻറ്റു അയ്യോ അല്ല, ഞാൻ പഴയ വീട് പണിക്ക് അങ്ങനെ ആയതുകൊണ്ട് അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നോക്കില്ല, അതങ്ങനെ പ്രത്യേക സ്ട്രക്ചർ. അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയ്ക്ക് തന്നെയുള്ളു. പിന്നെ കറികൾ എല്ലാ തരത്തിലുള്ള കറികളുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാപ്രാണ ഷാപ്പ് എന്ന് പറയും. ഇതൊരു ബി ഷാപ്പ് മാതിരിയായിരുന്നു, പക്ഷെ അത് ഇതിന്റെ പേര് വളരെ രസകരമായിട്ടുള്ള പേരായിരുന്നു. അത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു, ഒരു പാടത്തിന്റെ നടുവിലുള്ളത്. സന്തോഷമായില്ലേ? സൗജേട്ടാ സൗജേട്ടാ ഇവിടെ 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 സ്പീക്കർ ഓക്കെ അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ കൂലിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം പിടിക്കണം എന്ന് പറഞ്ഞു. ബേസിൽ ചേട്ടന് എങ്ങനെയാ ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തതുകൊണ്ട് ഇനി ഒരു പടം പിടിക്കുമോ അടുത്ത്? ഡയറക്റ്റ് ഉറപ്പായിട്ടും സമയമുണ്ടെങ്കിലും നമുക്ക് അത് കല്ലുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷമില്ലുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ബേസിൽ? ബേസിൽ ബ്രോ പറഞ്ഞില്ല പിന്നെയാണോ പറഞ്ഞത്? പിന്നെ അതാ ചെമ്പഞ്ചേട്ടിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയുമോ? എനിക്ക് മനസ്സിലായില്ല എന്താ ചോദ്യം. ചെമ്പഞ്ചേട്ടനായിട്ട് ഞാൻ അഭിനയിക്കും.